ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മത്തങ്ങ പയർ എരിശ്ശേരിയാണ്. ഓണസദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന വിഭവമാണ് എരിശ്ശേരി. ഇതിനു വേണ്ടിയിട്ട് ചെറിയ 2 കഷ്ണം മത്തങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മത്തങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്തെടുത്ത മത്തങ്ങയാണിത്. വളപ്രയോഗങ്ങളൊന്നുമില്ലാത്തതിനാൽ ചെറിയൊരു മത്തങ്ങയാണ് ഈ പ്രാവശ്യം കിട്ടിയത്. ഇനി നമുക്ക് ആവശ്യം വൻപയറാണ്. ഞാൻ രാവിലെ വൻപയർ വെള്ളത്തിൽ ഇട്ടു. അതുകൊണ്ട് കുക്കറിലൊരു 3 വിസിലടിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി മുമ്പേ വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ തീയെ വെക്കാം. കൂടെ സ്വല്പം വെളിച്ചെണ്ണയും ഒരു ചെറിയ മുളകും ചെറിയ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അടച്ച് നമുക്ക് കുക്കർ തീയെ വെക്കാം. ഇനി മത്തങ്ങ കഴുകി വാരി നമ്മൾ ഒരു പാനിലേക്ക് വേവിക്കാൻ വെക്കുകയാണ്. മത്തങ്ങ ഒന്ന് മൂടി വെക്കാം. ഇതിൽ നിന്ന് ഒരു പിടി തേങ്ങ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അരപ്പിന് വേണ്ടി തേങ്ങയും ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും മുളകും ചെറിയുള്ളിയും കരിവേപ്പിലയും ആവശ്യമാണ്. മത്തങ്ങ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച മൺപയർ നമുക്ക് ചേർക്കാം. കൂടെ അരപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി ഒന്ന് ഉപ്പും ചേർത്ത് തട്ടിപ്പൊത്തി നമുക്ക് വെക്കാം. കറി ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഇതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിടണം. ഇത് മൂത്ത് കഴിയുമ്പോൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയും കൂടെ നമ്മളിനകത്ത് വറക്കണം. തേങ്ങ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. ഇത് മിക്സി അത് നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എരിശ്ശേരി ഉപ്പിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പന് വളരെയധികം ഇഷ്ടം. കറികൾ ഇതെല്ലാം പപ്പടമുണ്ട്, എരിശ്ശേരിയുണ്ട്, അച്ചാറുണ്ട്, മീനുണ്ട്. എരിശ്ശേരി ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം.